ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന കേരള PSCയുടെ ഏറ്റവും പുതിയൊരു നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസുമായിട്ടാണ്. കേരളത്തിലെ വിവിധ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള സിസ്റ്റം അനലിസ്റ്റ് എന്ന് പറഞ്ഞ തസ്തികയുടെ ഡീറ്റെയിൽസാണ് ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ നിങ്ങളുടെ PSC പ്രൊഫൈലിൽ ലഭ്യമാണ്. ജൂൺ 19 വരെയാണ് ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. ഇനി നമുക്ക് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. കാറ്റഗറി നമ്പർ 67/2024 പ്രകാരമാണ് ഈ നോട്ടിഫിക്കേഷൻ PSC വിളിച്ചിട്ടുള്ളത്. കേരളത്തിലെ വിവിധ യൂണിവേഴ്സിറ്റിയിലേക്കാണ് സിസ്റ്റം അനലിസ്റ്റ് എന്ന് പറഞ്ഞ തസ്തികയിലേക്ക് നോട്ടിഫിക്കേഷൻ PSC ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത്. സ്കെയിൽ ഓഫ് പേ നോക്കുകയാണെങ്കിൽ 59,300 രൂപ മുതൽ 1,20,900 വരെയാണ് സ്കെയിൽ ഓഫ് പേ വരുന്നത്. അപ്പോൾ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്കെയിൽ ഓഫ് പേ തന്നെയാണ് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ നിലവിൽ നോട്ടിഫിക്കേഷൻ ടൈമിൽ ഒരു വേക്കൻസിയാണ് നിലവിലുള്ളത്. നമുക്കറിയാം PSC ഒരു എക്സാം നടത്തിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു കഴിഞ്ഞാൽ 3 വർഷം അതിൻ്റെ കാലാവധി ഉണ്ടാവും. 1 വർഷമാണ് ബേസിക്കായിട്ട് കാലാവധി ഉണ്ടെങ്കിൽ, പക്ഷേ ആ ഒരു തസ്തികയിലേക്ക് 1 വർഷത്തിനുള്ളിൽ പുതിയ റാങ്ക് ലിസ്റ്റ് വരാതിരിക്കുന്നിടത്തോളം കാലം 3 വർഷമായിരിക്കും എപ്പോഴും ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി. സോ 3 വർഷത്തിനുള്ളിൽ ഇനിയും ഇതിൽ കൂടുതൽ വേക്കൻസി പ്രതീക്ഷിക്കാവുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് സിസ്റ്റം അനലിസ്റ്റിൻ്റെത്. നമുക്കറിയാം പ്രോഗ്രാമർ എന്ന് പറഞ്ഞൊരു തസ്തികയിലേക്ക് PSC ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ എക്സാം നടത്തി അതിൻ്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്ന് അഡ്വൈസും പോയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ പ്രോഗ്രാമർ എന്ന് പറയുന്ന തസ്തികയുടെ ജസ്റ്റ് പ്രൊമോഷൻ ലെവലാണ് ഈ സിസ്റ്റം അനലിസ്റ്റ് എന്ന് പറയുന്നത്. നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സാലറി സ്കെയിൽ തന്നെയാണ് ഇവിടെ ഉള്ളതെന്ന് നിങ്ങൾ ഓർക്കുക. ഓക്കെ, ഇനി നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് നോക്കാം. 18 മുതൽ 40 വയസ്സ് വരെ പ്രായപരിധിയുള്ളവർക്കാണ് ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ഏജ് റിലാക്സേഷൻ ലഭിക്കുന്ന കാറ്റഗറീസിന് അതത് ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. അതുപോലെ ക്വാളിഫിക്കേഷൻ, ഇവിടെയാണ് വിദ്യാർത്ഥികൾക്ക് ഒരുപാട് ഡൗട്ട്സുകൾ വന്നിട്ടുള്ളത്. നമുക്ക് ക്വാളിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. MCA അല്ലെങ്കിൽ BTech ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ സയൻസ് പൂർത്തിയാക്കിയവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ 3 വർഷം എക്സ്പീരിയൻസ് നിർബന്ധമാണ്. അതായത് ഡാറ്റ പ്രോസസ്സിങ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൽ 3 വർഷത്തെ എക്സ്പീരിയൻസും MCA ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ സയൻസ് പൂർത്തിയാക്കിയവർക്ക് ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതല്ലെങ്കിൽ BTech ഏത് ഡിസിപ്ലിനും ആയിക്കോട്ടെ, പക്ഷേ PGDCA ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാം. പിന്നെ അതിൻ്റെ കൂടെ 3 വർഷം എക്സ്പീരിയൻസ് നിർബന്ധമാണ്. അതായത് ഡാറ്റ പ്രോസസ്സിംഗ് ഓർ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൽ 3 വർഷം എക്സ്പീരിയൻസും ഇവിടെ നിർബന്ധമാണ്. പക്ഷേ നോട്ടിഫിക്കേഷനിൽ ഓവറിട്ടിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് BTech ഏത് ഡിസിപ്ലിനും അതിൻ്റെ കൂടെ PGDCA ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിരുന്നു നോട്ടിഫിക്കേഷൻ പറഞ്ഞിരുന്നത്. പക്ഷേ നമ്മൾ പ്രൊഫൈലിൽ ചെക്ക് ചെയ്യുമ്പോൾ PGDCA വിത്ത് BTech ഉണ്ടെങ്കിൽ പോലും 36 മാസം എക്സ്പീരിയൻസ്, അതായത് 3 വർഷം എക്സ്പീരിയൻസ് നിർബന്ധമായിട്ട് പ്രൊഫൈലിൽ കാണിക്കുന്നുണ്ട്. സോ അങ്ങനെ തന്നെയാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. അതുപോലെ തന്നെ BTech ഏത് ഡിസിപ്ലിൻ പഠിച്ചവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കും. പക്ഷേ 5 വർഷം എക്സ്പീരിയൻസ് ഡാറ്റ പ്രോസസ്സിംഗ് ഓർ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് PGDCA വേണമെന്നില്ല, പക്ഷേ 5 വർഷം എക്സ്പീരിയൻസ് നിർബന്ധമായിട്ടും വേണം. അതുപോലെ MSc ഇലക്ട്രോണിക്സ്, ഫിസിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. പക്ഷേ മുമ്പ് പറഞ്ഞ പോലെ തന്നെ 5 വർഷം എക്സ്പീരിയൻസ് ഡാറ്റ പ്രോസസ്സിംഗ് ഓർ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൽ നിങ്ങൾക്ക് ആ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, കഴിഞ്ഞ മാസങ്ങളിൽ PSC വിളിച്ചിരുന്ന പ്രോഗ്രാമർ എന്ന് പറയുന്ന തസ്തികയുടെ പ്രൊമോഷൻ ലെവൽ പോസ്റ്റ് തന്നെയാണ് ഈ സിസ്റ്റം അനലിസ്റ്റ് എന്ന് പറയുന്നത്. അട്രാക്റ്റീവ് സാലറി സ്കെയിൽ തന്നെയാണ് ഇവിടെ ഉള്ളത്. സോ നിങ്ങൾക്ക് ഈ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ പോസ്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്ത് നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. ഏണസ്റ്റ് അക്കാദമി സിസ്റ്റം അനലിസ്റ്റ് തസ്തികയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഒരു ഫ്രീ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ആ ഫ്രീ വെബിനാറിൽ സിസ്റ്റം അനലിസ്റ്റിൻ്റെ സിലബസ് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല സിലബസിലെ ഓരോ മൊഡ്യൂളും നിങ്ങൾ പഠിക്കുമ്പോൾ ഏതെല്ലാം റെഫറൻസുകൾ യൂസ് ചെയ്ത് പഠിക്കണം എന്നുള്ള കാര്യം കൃത്യമായിട്ട് നമ്മുടെ വെബിനാറിൽ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. മാത്രമല്ല നിങ്ങൾക്ക് ഈ പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് നമ്മുടെ ഫാക്കൽറ്റിയോട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഫ്രീ വെബിനാറിൽ ജോയിൻ ചെയ്യാനായിട്ട് ഞാൻ താഴെ ഒരു ഗൂഗിൾ ഫോം കൊടുക്കാം. അത് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്താൽ മാത്രം മതിയാവും. ഈ തസ്തികയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് തീർച്ചയായും ഈ അവസരം മിസ്സാക്കരുത്. കാരണം നമുക്കറിയാം പുതിയ ട്രെൻഡ് അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ PSC സ്ഥിരമായിട്ട് ചോദിച്ചു വരുന്നത്. കാര്യം നമുക്ക് ഒരു മൊഡ്യൂളിലെ കുറേ കാര്യങ്ങൾ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം PSCയുടെ പുതിയ ട്രെൻഡ് അനുസരിച്ചുള്ള ചോദ്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഓരോ മൊഡ്യൂളും കവർ ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ആ റെഫറൻസുകൾ യൂസ് ചെയ്യേണ്ടത് എന്ന കാര്യവും നമ്മൾ ഈ വെബിനാറിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ഈ അവസരം പാഴാക്കാതെ തന്നെ നിങ്ങൾ ഈ ഫ്രീ വെബിനാറിൽ പങ്കെടുക്കാനായിട്ട് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അപ്പോൾ സിസ്റ്റം അനലിസ്റ്റ് തസ്തികയ്ക്ക് വേണ്ടിയിട്ടുള്ള കോഴ്സും ഏണസ്റ്റ് അക്കാദമി ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. അപ്പോൾ ഈ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനും ഫ്രീ വെബിനാറിൽ ജോയിൻ ചെയ്യാനായിട്ട് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ മാത്രം മതിയാവും. അപ്പോൾ വരും ദിവസങ്ങളിൽ സിസ്റ്റം അനലിസ്റ്റ് തസ്തികയായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് അടങ്ങിയ വീഡിയോസ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോസ് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഗുഡ് ബൈ.